സമയം ഇവിടെ 3 മണിയോട് അടുപ്പിച്ചായി. നമ്മളിപ്പം റിയാദിലുള്ള റിയാദ് ഗാലറി മാളിലേക്ക് പോവുകയാണ്. എന്തിനാ പോണേന്ന് ചോദിച്ചാൽ അവിടെ AMC തിയേറ്ററിൽ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു തെലുങ്ക് പട. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്നറിയാം. ഓക്കെ, ദേവര എന്ന് പറഞ്ഞിട്ടാണ് സിനിമയുടെ പേര്. അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത് ജൂനിയർ NTR ആണ്. അപ്പം പുള്ളിയുടെ ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുള്ള സിനിമ ബാഹുബലി ഡയറക്ടർ രാജമൗലിയുടെ RRR ആണ്. അത് നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിനുശേഷം പുള്ളിയുടെ ഇറങ്ങുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു ക്യാൻവാസിലുള്ള സിനിമയാണ്. ഇതിനു മുന്നേ ഇതിനു മുന്നേ ഇതേ ആക്ടറുമായിട്ട് ഈ ഡയറക്ടർ ചെയ്ത സിനിമ ജനതാ ഗാരേജ്, മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അപ്പം നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയാണ്. കേരളത്തിൽ അങ്ങനെ ഭയങ്കര ഒരു ബസ്സൊന്നും ഇല്ല, പക്ഷെ സിനിമ നല്ല സിനിമയായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര റീച്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ പറയാം. അപ്പം നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തി, ബാക്കി അവിടെ ചെന്ന് കാണാം. تابعوا تعليمات طاقم العمل نحو السلامة. ദേവര 1 നമ്മൾ കണ്ടു. ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോവുക. സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫിലിം. ഒരു എന്താ പറയുക, സ്റ്റാർട്ട് മുതൽ ഒരു 90-95% എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻഡ് ചെയ്യുന്നത് ഒരു പഞ്ച് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ച് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് 2 പാർട്ടായിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പം സെക്കൻഡ് പാർട്ടിലേക്കുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ആൾക്കാരിലേക്ക് എന്താ പറയുക, ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു എൻഡിങ് പോലെ എനിക്ക് തോന്നി. എനിവേസ്, എനിക്ക് പടം ത്രൂ ഔട്ട് ഇഷ്ടപ്പെട്ടു. എൻഗേജിങ് ആണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ തോന്നിയ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ സാധാരണ തെലുങ്ക് സിനിമയിൽ കുത്തിക്കയറ്റുന്ന ഒരുപാട് ഡ്രാഗിങ് ആയിട്ടുള്ള ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ടാവാറുണ്ട്. ഈ സിനിമയിൽ അത് ഉണ്ടായിട്ടില്ല. പെർഫോമൻസ് ജൂനിയർ NTR, സൈഫ് അലി ഖാൻ, അങ്ങനെ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. മുന്നേ പറഞ്ഞതുപോലെ എൻഡിങ് അല്ലേ, എന്താ തോന്നുന്നത്? എൻഡിങ് കുറച്ച് വിചാരിച്ചത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. അതെ. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു എൻഡിങ് പോലെ തോന്നി. ഇപ്പൊ ഒരു എനിക്കൊന്ന് ബാഹുബലിയൊക്കെ എൻഡ് ചെയ്യുന്നത് പോലെ എന്താ പറയാ, അതൊരു ആ രീതിയിലാ എൻഡ് ചെയ്തു. പക്ഷെ ബാഹുബലിയൊക്കെ പോലെ ഒരു പഞ്ചിങ് ആയിട്ട് തോന്നുന്നില്ല അത്ര തന്നെ ഇൻ ഹോൾ. പക്ഷെ മൊത്തത്തിൽ നല്ല പടം, നല്ല എൻഗേജിങ് ആയിരുന്നു. ദേവര 2 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നോക്കാം.